ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 10, 11, 12 ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം എൻ്റെ 10, 11, 12. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ വായിക്കുക. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുതെന്ന് ആരാ പറഞ്ഞെന്നറിയാമോ? സാറ പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം സാറയിൽ ജനിക്കാത്തത് കൊണ്ട് അവൾക്ക് ഉള്ളിനകത്തുണ്ടാകുന്ന ഒരമർഷം. ഹല്ലേലൂയ. ആമേ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആമേ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുകയും നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ നന്നായി സൂക്ഷിക്കുകയും ചെയ്തോ മുന്നോട്ട് കടന്നു പോകുന്നവരായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പുറത്തെ പള്ളിയിലെ അവരങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. നമ്മളങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ സ്ഥിതി, നമ്മുടെ കുടുംബമൊക്കെ നമുക്കറിയത്തില്ലേ. നമ്മൾ പട്ടിണി മാറാനും പരിഭവം മാറാനും രോഗം മാറാനും ബാധ മാറാനും ഒന്നും വന്നവരൊന്നുമല്ല. നമ്മളെ ദൈവം അങ്ങ് തിരഞ്ഞെടുത്തതാണ്. കർത്താവിന് വേണ്ടി കൊള്ളാം നിൽക്കും എന്ന് തോന്നിയപ്പോൾ അബ്രഹാം പിതാവിനെ ദൈവം തേരക്കിൻ്റെ ഭവനത്തിൽ നിന്ന് അപ്പനോട് വസിച്ചു കൊണ്ടിരുന്ന, അപ്പനോടൊപ്പം ജീവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ വിളിച്ചതുപോലെ ഒരു ദൈവശബ്ദം നമ്മുടെ മേൽ വീണതാണ്. നമ്മൾ ജീവനുള്ള ദൈവം ആരെന്നറിഞ്ഞുകൂടാതെ വണ്ണം വിഗ്രഹങ്ങളെ ആരാധിച്ച് നടന്ന കാലഘട്ടത്തിൽ ഞാൻ ആ വാക്യത്തിലെ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരും. നമ്മുടെ സഭയുടെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇവിടെ ഇരിക്കുന്ന ശോശാമ സഹോദരി എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ഹല്ലേലൂയ കിടക്കാടമില്ല. അത് വളരെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, ചില ആഴ്ചകൾ കൊണ്ട് തൻ്റെ ദാസിയുടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരുമിച്ച് സഹോദരിയായിട്ട് ടീമാർ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അവർക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരിടമല്ലാതെ അവർ മറ്റൊരു വീട്ടിൽ ചെന്ന് അന്തി ഉറങ്ങുകയും അവിടെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്ന ഒരവസ്ഥ തൻ്റെ ദാസിക്കുണ്ട്. പ്രാർത്ഥിക്കുവാൻ ഒരു കൊച്ചു റൂം, പ്രാർത്ഥിക്കുകയും താൻ ഒറ്റയ്ക്കേ ഉള്ളൂ, തൻ്റെ ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ കേൾക്കുവാനിടയെ. എനിക്ക് ബാക്കി അവരുടെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ, അവർക്ക് ഭൂമിയില്ല എങ്കിലും സഹോദരൻ്റെ ഭവനത്തിൻ്റെ ഇടയിൽ ഒരു കൊച്ചു റൂമൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ഒരു പ്രാർത്ഥനാ റൂം കെട്ടിക്കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അറിവിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമായിരുന്നല്ലേ. നമുക്കതൊന്നും ചിന്തയില്ലാത്തവരാണ്. അതിനൊക്കെ ചിന്തയുള്ളവരാണ് ദൈവമക്കളെന്ന് പറയുന്നവരെന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു വൃക്ഷത്തോടൊരു കൊമ്പ് ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് വസിക്കുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെ ഒരു റൂം അവർക്ക് വരുന്ന ആളുകളിൽ ചെയ്തു കൊടുക്കുവാൻ ദൈവകൃപയാൽ ആമേൻ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുവാൻ ഒരുക്കട്ടെ. അതേപോലെ കർത്താവിൻ്റെ ദാസൻ ഒരു 2 വീലറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ പുതിയത് തന്നെ ആഗ്രഹിക്കുന്നില്ല. ആമേൻ 5 ലക്ഷം രൂപ വിലയുള്ളതും ആഗ്രഹിക്കുന്നില്ല. ഒരു 50,000 രൂപയ്ക്കുള്ളതായാലും മതി. അവർക്ക് ഫാമിലിയായിട്ട് ശുശ്രൂഷയ്ക്ക് വരുവാനും കുടുംബമായി ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ദൈവം ഒരുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടീമായുള്ള പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ വാഹനം പരസ്യയോഗം നടത്തുവാൻ, കൺവെൻഷനുകൾ നടത്തുവാനുള്ള വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് പ്രയർ സെൻ്ററുകളിൽ നടക്കുന്ന ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആരാധനയ്ക്ക് വേണ്ടി ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കാലമൊക്കെ ചൊവ്വാഴ്ചയ്ക്ക് മീറ്റിങ്ങൊക്കെ ചെയ്ത് വളരെ സ്തോത്രം ശക്തിയോടെ വേർത്ത് പല ക്ഷീണങ്ങൾക്ക് ഹല്ലേലൂയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുവാനിടയെങ്കിലും ദൈവം അതിനുള്ള സൗണ്ട് സിസ്റ്റമൊക്കെ തന്ന് മനോഹരമായി ശുശ്രൂഷ ചെയ്യാൻ ഒരുക്കട്ടെ. ദൈവസഭയുടെ ബാധ്യതകൾ തീർത്ത് ദൈവസഭയുടെ കെട്ടുപണിക്കുള്ള നന്മകൾ, മറ്റ് ആരാധനാലയങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ, പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തിപ്പെടുവാൻ, കൺവെൻഷൻ നടത്തുവാൻ, പരസ്യയോഗം നടത്തുവാൻ, കൺവെൻഷൻ നടത്തുവാൻ, എല്ലാത്തിനും ദൈവം വഴി ഒരുക്കുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ ദൈവം ഹല്ലേലൂയ പല ഹൃദയങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കട്ടെ. വചനം പറയുന്ന സഹായകരങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് നമ്മെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ വളരെ ആഴമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ചു വന്ന വാക്യത്തിലേക്ക് വരാം. 21 അതിൻ്റെ ഹല്ലേലൂയ 10, 11, 12. തൻ്റെ മകൻ വായിച്ചിടം തന്നെ. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടി അവകാശിയാകരുതെന്ന് ആരും ഹല്ലേലൂയ പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ ഹല്ലേലൂയ അബ്രഹാമിന് അനിഷ്ടമായി. ഹല്ലേലൂയ. കാരണം ഇത് ഹല്ലേലൂയ സ്തോത്രം. സാറായ്ക്ക് പല്ലുകടിയും പിറുപിറുപ്പും ഉണ്ടെങ്കിലും ഇസഹാക്കെന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതിയാണ്.
ഈ വാഗ്ദത്ത സന്തതിയോടുകൂടി അവിടെ അടിമവേലക്കാരിയായിരുന്ന, ഹല്ലേലൂയ, ആമേൻ ആമേൻ സ്തോത്രം, സ്ത്രീയിൽ നിന്ന് ജനിക്കപ്പെട്ട മകനാണ് ഹല്ലേലൂയ ഇവരെ പുറത്താക്കാനായിട്ട് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ ആമേൻ സ്തോത്രം. അവൻ ഇസ്മായേല. ഹല്ലേലൂയ, ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്, അവിടെ അടിമയാക്കി ഹല്ലേലൂയ കാണുന്ന കുഞ്ഞിനെ, ഹല്ലേലൂയ അമ്മയെയും കുഞ്ഞിനെയും പുറത്താക്കി വിടുന്ന ഒരവസ്ഥ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ഈ അമ്മയെയും കുഞ്ഞിനെയും, ഈ ഹാഗറിനെയും ഈ ഇസ്മായേലിനെയും ഭവനത്തിൽ നിന്ന് പുറത്താക്കി കയ്യിൽ അപ്പവും കൊടുത്ത് തുരുത്തിയിൽ വെള്ളവും കൊടുത്ത് പുറത്താക്കി വിടുമ്പോൾ ഇവർ ചുറ്റിത്തുഴഞ്ഞു നടന്നു എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ചുറ്റിത്തുഴഞ്ഞു നടന്ന് ഇവർ ബെർസേവ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലെത്തി. ഇന്ന് പൽക്കാലം നിന്നെ താങ്ങാൻ ആരുമില്ലെങ്കിലും, നിന്നെ കൈക്കൊള്ളുവാൻ ആരുമില്ലെങ്കിലും, നിന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെങ്കിലും, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുവൻ ആ മരുഭൂമിയിൽ വെളിപ്പെടാൻ പോകുക. ആ മരുഭൂമിയിൽ വെളിപ്പെടാൻ പോകുക. ആ മലയുടെ മുകളിൽ വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ ഉറവ അവിടെ തുറക്കാൻ പോകുക. അനുഭവിക്കുന്ന അതരങ്ങൾ ചലിക്കട്ടെ, അനുഭവിക്കുന്ന കരങ്ങൾ ചേർത്തടിക്കട്ടെ. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുക. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കാൻ പോകുക. നിന്റെ മകൻ മരിക്കത്തില്ലെന്ന്, നിന്റെ മകൻ തളർന്നു പോകത്തില്ല, നിന്റെ കുഞ്ഞ് ജീവൻ പ്രാപിക്ക്. ഓ, മരണം കാണാൻ കഴിയാതെ അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്പുംപാട് ദൂരേക്കിട്ടത് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പൽക്കാലം എല്ലാ കരങ്ങളും അടിച്ച് ശേഷിക്കുന്ന സമയം ശക്തിയോടെ പ്രാർത്ഥിച്ചു. ഓ ഷുഡബാല വൈഡമാന റിബനഗഡഗമന ബനഗഡഗ റിബൽഖബനഗഡഗമന ഉഠമാരഗനഗഡഗ സിയാനഗഡഗ. ആരാധന തണുത്തു പോകരുത് കേട്ടോ. ആത്മാവ് തണുത്തു പോകരുത്. ആത്മാവ് നിന്റെ അകത്ത് ദീപമായി നിന്നാൽ, അത് വിളക്ക് പോലെ നിന്നാൽ, ഓ ഹാലയിലെ കത്തുന്ന ജ്വലി തീ പോലെ ജ്വലിക്കട്ടെ. ഇന്ന് പൽക്കാലം ജ്വലിക്കുന്ന ദൈവ പൈതലേ, നിന്റെ അകത്തൊരു ദീപം തെളിഞ്ഞാൽ പിശാച് ഭയപ്പെട്ടു പോകും, ശത്രു വിറച്ചു പോകും. ഇവരെ പുറത്താക്കി ഇസഹാക്കിനോട് അവരെ ചേർത്തുകൊള്ളുവാൻ ഒരിക്കലും അവർക്ക് കഴിയുന്നില്ല. കാരണം ഇസഹാക്ക് വാഗ്ദത്തമുള്ളവനാണ്. വാഗ്ദത്ത സന്തതിയായിട്ട് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ പറഞ്ഞു, നിനക്ക് ഞാൻ മക്കളെ തരും എന്നുള്ള അരുളപ്പാടോടുകൂടി വാഗ്ദത്തം പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ജനിക്കപ്പെടുന്നവനാണ് വാഗ്ദത്ത സന്തതി. ഹല്ലേലൂയ. വൈകിയ കാലങ്ങൾ കടന്നുപോയി, നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു. ദൈവപൈതലേ, നീ കാത്തിരുന്നെന്ന് പറഞ്ഞ് പരാജയം നിന്നെ തുടത്തില്ല. കാത്തിരുന്നാലും പരാജയത്തിന്റെ മുമ്പിൽ കാത്തിരിക്കരുത്, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന നിന്നെ ഒരിക്കലും ശത്രു തുടത്തില്ല. അങ്ങനെ ഈ കുഞ്ഞിന് അമ്മയുമായി ചുറ്റി തുഴഞ്ഞ് നടന്ന്, ഇസ്മായേലും ഹാഗറുമായി ചുറ്റി തുഴഞ്ഞ് എവിടെ എത്തി? മരുഭൂമിയിലെത്തി. ഈ മരുഭൂമിയുടെ പേരെന്നാ? ബെർസേവ മരുഭൂമി. ഈ മരുഭൂമിയിൽ ചെന്ന് കുഞ്ഞിൻ്റെ വിളി കാണുവാനും കേൾക്കുവാനും കഴിയാതെ അമ്മ കുഞ്ഞിനെ അമ്പുംപാട് ദൂരേക്ക് കൊണ്ടുവന്ന് കുറുങ്കാട്ടിലേക്ക് ഇരുത്തി. ഹല്ലേലൂയ. ചിലരെ ഇങ്ങനെ പറയാറുണ്ട്, കൊണ്ടങ്ങ് കളഞ്ഞെന്ന്. സ്തോത്രം. സ്വാഭാവികം ഇപ്പം അങ്ങനെയാണല്ലോ, കളയുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. നമുക്ക് വിലയേറിയ മുത്തുകളാ ദൈവം തരുന്ന കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കളഞ്ഞതല്ല, അമ്പുംപാട് ദൂരേക്ക് കൊണ്ടുവന്ന് കുഞ്ഞിനെ ഇരുത്തിയിട്ട് ചരിത്രം പറയുന്നത് കുഞ്ഞിൻ്റെ നേരെ എതിരേ ഇരുന്ന് അമ്മ കരയാനിടയായി. ഇന്ന് പോൽക്കാലം നല്ല അമ്മയാണെങ്കിൽ നിന്റെ കുഞ്ഞിന് വേണ്ടി നീ കരയണം. നിന്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കരയണം. നിന്റെ മകൻ്റെ കുടുംബത്തിന് വേണ്ടി നീ കരയണം. കരഞ്ഞാൽ ഒരു മാനസാന്തരം ഉണ്ടാകും. വേദപുസ്തകത്തിനകത്ത് ഹല്ലേലൂയ കരയുന്നവന്റെ കണ്ണുനീര് കണ്ട് മറികടന്ന് പോകാത്ത ഒരു യേശുവുണ്ട്. അവനാണ് ഇമ്മാനുവേൽ എന്ന് പേർ വരുന്നവൻ. അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അടഞ്ഞ അധ്യായങ്ങൾ ഇന്ന് പൽക്കാലം തുറക്കപ്പെടുക. അടഞ്ഞതൊക്കെ ഇന്ന് തുറക്കപ്പെടുക. ഓ, രക്തം ജയമെടുക്കുന്നു, വചനം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ നീരുറവ തുറന്ന് ഹാഗർ ഹല്ലേലൂയ ആമേൻ ആമേൻ തുരുത്തിയിൽ വെള്ളമെടുത്ത്, ഹാഗർ തുരുത്തിയിൽ വെള്ളമെടുത്ത് ഇസ്മായേലിനെ കൊടുത്തു. വളർന്നവൻ വില്ലാളിയാകട്ടെ, വളർന്ന് വില്ലാളിയാകട്ടെ. ചില വാഗ്ദത്തമുള്ളത് മാത്രം പോരാ, ചിലത് കൂടി വളരട്ടെ. ഇനിയും വാഗ്ദത്തമുള്ളത് വരട്ടെ, ഇനിയും വാഗ്ദത്തമുള്ളത് എഴുന്നേൽക്കട്ടെ.
ഓ ഷുഡമാ രഗന വൈഡമന രീവല വൈഡം മനക രഗനം ഘടകം ഓ ഹടക മനക രഗനം ഘടകം അത്തുൽ കവനം വൈഡം. ചിലരെ നാവുകളെയൊക്കെ ദൈവം ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ചിലരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പോൽക്കാലം ദൈവത്തിന്റെ അഭിഷേകം എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് വേണം? നമുക്ക് നല്ലത് കിട്ടുമ്പോൾ അടുത്തവരും നല്ലതാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടിയത് മതി, അടുത്തവൻ എങ്ങനെ വോട്ടെന്ന് ആഗ്രഹിക്കുന്നതല്ല ബന്ധക്കോസുകാരുടെ ജോലി. നിന്നെ തകർക്കാൻ പിശാച് എഴുന്നേൽക്കും, ലോകം എഴുന്നേൽക്കും, അത് ചരിത്രം പഠിപ്പിക്കുന്നതാണ്. പക്ഷെ നീ അതിൽ വീഴത്തില്ല, തമ്പുരാൻ നിന്നെ വീഴ്ത്തത്തുമില്ല. കാരണം നീ വ്യത്യാസമുള്ളവനാ, നീ വ്യത്യാസമുള്ളവളാ. നിന്റെ വ്യത്യാസം പിശാചിനറിയാം, ലോകത്തിനറിയാം. അറിഞ്ഞുകൊണ്ട് നിന്നെ തള്ളിയിടുവാൻ കുഴിക്കുന്നു. പക്ഷെ ശത്രു കുഴിക്കുന്ന കുഴിയിൽ ശത്രു തന്നെ അകപ്പെടും. അതുകൊണ്ട് നീ തെല്ലും ഭയപ്പെടാതെ ദൈവത്തെ ആരാധിക്കുക. വായിക്കാം. എന്നാ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ. ഹല്ലേലൂയ. കണ്ടോ, നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ഇസഹാക്ക്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. വായിക്ക്. ദാസിയുടെ മകനെയും. ഹല്ലേലൂയ, തീർന്നില്ല. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോ. ഞാൻ ആത്മാവിൻ്റെ നിറവിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ചിലരെ കർത്താവ് വ്യത്യാസമുള്ളവരാക്കി മാറ്റും. എപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങളുടെ ദേശം, നിങ്ങളുടെ പരിസരം, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്നലെ കഴിച്ചേച്ചു പോയവർ, നിന്റെ വീട്ടിൽ വന്ന് ഇന്നലെ പൈസ കടം വാങ്ങിച്ചവർ നിനക്കെതിരെ വരുന്നെന്നറിയാമോ? നീ വ്യത്യാസമുള്ളവനാകുമ്പോഴാ. വ്യത്യാസമുള്ളവളാകുമ്പോഴാണ് ശത്രു നിനക്കെതിരെ പല്ലുകടി തുടങ്ങുന്നത്. എന്നാൽ അകം പല്ല് കടിക്കും, പുറം പല്ല് ചിരിക്കുന്നവനെ കണ്ടേച്ച് നീ മിണ്ടാതിരിക്കരുത്. പ്രാർത്ഥന എന്ന ആയുധമെടുത്ത് യുദ്ധം ചെയ്തോണ്. അടുത്തവന്റെ വീട് കയറി അടിക്കുകയല്ല. പ്രാർത്ഥന എന്ന ആയുധമെടുത്ത് യുദ്ധം ചെയ്താൽ, ഓ ഹല്ലേലൂയ, നിന്റെ കയ്യിൽ ഒരു വാളുണ്ടല്ലോ, ഗ്രന്ഥം. ആ ഗ്രന്ഥം എടുത്ത് യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. യുദ്ധത്തിൽ നീ ജയിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥനയാകുന്ന യുദ്ധത്തിൽ തോറ്റുപോകരുത് കേട്ടോ. പ്രാർത്ഥനയാകുന്ന യുദ്ധത്തിൽ തോറ്റുപോകരുത്. ധാരാളം പേര് തോറ്റ് ഈ പുസ്തകം താഴെ വെച്ച് പല പാപത്തിൽ അഡിക്റ്റായി, ഹല്ലേലൂയ, പിശാചിന് അഡിക്റ്റായി, മദ്യത്തിന് അഡിക്റ്റായി, അല്ലെങ്കിൽ ലോകമോഹത്തിൽ അഡിക്റ്റായി നടക്കുന്ന ധാരാളം വ്യക്തികളെ ഈ കാലയളവുകളിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ പറയട്ടെ, ഇത് നിനക്കെടുക്കാൻ വ്യവസ്ഥയാകുമ്പോൾ ദൈവം നിന്നെ വിട്ട് എടുപ്പിക്കും. അതിനു മുമ്പ് നീ എടുത്ത നീ വച്ചിട്ട് പോകും. ഈ പുസ്തകം എടുക്കാൻ നീ വ്യവസ്ഥയുള്ളവളായി മാറുമ്പോൾ ദൈവം ഈ പുസ്തകം നിന്നെ വിട്ട് എടുപ്പിക്കും, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ എടുപ്പിച്ചാൽ പിന്നെ നീ നിലത്ത് വച്ചേച്ച് നടക്കത്തില്ല, പാപത്തെ തേടി പോകത്തില്ല, വിട്ടെറിഞ്ഞതിനെ തേടി പോകത്തില്ല. ഹല്ലേലൂയ, നീ ഒരു മടങ്ങി വരവുണ്ടാകും. ഹല്ലേലൂയ. ദൈവം എടുപ്പിക്കാതെ ബെന്തക്കോസിലോട്ട് അങ്ങ് ഇറങ്ങി വരികയാ. അയ്യോ, ആ പാസ്റ്ററുടെ വീടൊക്കെ കണ്ടോ? പണ്ട് കുടിലായിരുന്നു, ഷീറ്റിട്ട തൊഴുത്തായിരുന്നു. ഇപ്പോൾ കണ്ടോ എത്ര വീടെന്നറിയാമോ, എത്ര ബെഡ്റൂം എന്നറിയാമോ, എത്ര കല്ലിൽ ക്യാമറ എന്നറിയാമോ? എനിക്കും ഇത് കിട്ടും, നിനക്ക് കിട്ടത്തില്ല. നിനക്ക് കിട്ടണമെങ്കിൽ അസൂയ കൊണ്ട് നീ പ്രാർത്ഥിക്കരുത്. അസൂയ തീമേച്ച് പ്രാർത്ഥിക്കണം, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. മറ്റവൻ്റെ ഉയർച്ച കണ്ട് നീ ബെന്തക്കോസിൽ വരണ്ട. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വചനം അനുസരിച്ച് വന്നാൽ നിനക്ക് നന്മ കിട്ടും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയ, നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ ദൈവം നിനക്ക് തന്നാൽ തിന്മ തൊടുകയില്ല.
ഹല്ലേലൂയ. നിന്റെ യാത്രയിൽ ഹല്ലേലൂയ അപകടപ്പെടുത്താൻ ശത്രു പല സൂത്രങ്ങൾ ചെയ്തതാ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന യാത്രയിൽ ഖേദം വരികയില്ല. കരങ്ങളെ തട്ടി ദൈവനാമം മഹത്വപ്പെടുത്തിക്കോ. അതരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ, വായ്കൾ തുറന്നു തുടങ്ങട്ടെ. നിന്റെ വാഹനത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുകയാണ്. നിന്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്ര വയ്ക്കുകയാണ്. നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്ര വയ്ക്കുകയാണ്. നിന്റെ ഫാമിലിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്ര വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവുടെ കാവലായി നിന്നാൽ, ഓ പരിശുദ്ധാത്മാവ് നിനക്കൊരു മതിലായി നിന്നാൽ ഇതിനെ പൊളിക്കാൻ ഒരു ശക്തിക്കും ചാൻസ് ഇല്ല. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിന് ഇരിക്കുവാൻ നീ ഇടം കൊടുത്താൽ, ദൈവാത്മാവിന് ഇരിക്കാൻ നീ ഇടം കൊടുത്ത് ജീവിച്ചാൽ, ദൈവാത്മാവ് നിന്നെ വർദ്ധിപ്പിച്ച് 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 വലുതാക്കും, വലുതാക്കും. ഹല്ലേലൂയ. വലുതാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ ആരെയും തെറി പറഞ്ഞില്ല, മൊട്ടിക്കാൻ പോയില്ല, സുദ്രം ചെയ്യാൻ പോയില്ല, മറ്റൊന്നിനും പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമില്ലാതെ ജീവിച്ചാൽ ദൈവം സ്നേഹിക്കുമോ? സ്നേഹിക്കത്തില്ല. ഉപദേശം അനുസരിക്കണം. ഉപദേശം നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെച്ചിരിക്കണം, എഴുതിക്കൊള്ളണം. എങ്കിൽ നിൻ്റെ യാത്ര ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സദൃശ്യഭാഗ്യം 3-ാം അധ്യായം ഒന്ന് വാദിച്ചാട്ട്. സദൃശ്യഭാഗ്യം 3-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വായിക്കാം. മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. കേട്ടോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ആദ്യം നീ ദൈവത്തിൻ്റെ വചനം കാത്തുകൊള്ളണം. ഇത് നമ്മൾ വീട്ടിൽ അയച്ചേച്ച് പോയാൽ പിന്നെ ഞായറാഴ്ചയാ തപ്പണത്. എവിടെ കിടക്കണം, എവിടെ കിടക്കണം, എവിടെ കിടക്കണമെന്ന് ആരെയാ ബൈബിള് തപ്പുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ തപ്പല് കൊണ്ട് നടന്നാൽ കരകയറാൻ പറ്റത്തില്ല. കരകയറണമെങ്കിൽ ഉപദേശം നിന്നെ വിട്ടു പോകരുത്. ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് നടക്കരുത്. ലോകത്തിൻ്റെ മോഹത്തിൽ പോകരുത്. ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഭൂമിയിൽ ചില പാപങ്ങളുണ്ട്. ചിലത് നിന്നെ മാടി വിളിക്കുന്നുണ്ട്, ചിലരെ വേഷം നിന്നെ മാടി വിളിക്കുന്നുണ്ട്, ചിലരെ നാമേനാമൻ വസ്ത്രം നിന്നെ മാടി വിളിക്കുന്നുണ്ട്, ചിലരെ പ്രകസനം നിന്നെ മാടി വിളിക്കുന്നുണ്ട്. നീ പറയണം, ഇതെല്ലാം നരകത്തിൽ പോകുമ്പോ അല്പമേ എനിക്കുള്ളൂ, ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഹൃദയത്തിന്റെ ഹല്ലേലൂയ പലകയിൽ എൻ്റെ ദൈവത്തിന്റെ വചനമുണ്ട്. അവന്റെ കൽപ്പന ഞാൻ കാത്തുകൊണ്ട്, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. എങ്കിൽ നിനക്ക് ദീർഘായുസ്സും ഹല്ലേലൂയ ജീവഹാനിയും ഹല്ലേലൂയ ആമേൻ ആമേൻ ദീർഘായുസ്സ് നിന്നെ വർദ്ധിപ്പിച്ച് ജീവനോടെ നടത്തി നിനക്ക് നന്മ തന്ന് മാനിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിച്ചോ. നമ്മൾ അല്പസമയം ആത്മനിറവോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വായിച്ചാട്ടാ, വായിക്കുമെന്ന് താഴോട്ട് വായിക്കും. ദയയും വിശ്വസ്തതയും വിട്ടുപോകരുതെന്ന് അത് പലർക്കും ഇല്ല, പലർക്കും ഇല്ല. നമ്മൾ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് വേലത്തനങ്ങളോ പ്രകസനങ്ങളോ പ്രകടനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വേഷങ്ങളൊക്കെ കാണിച്ചേച്ചെന്ന് പള്ളികളിലൊക്കെ പലയിടത്ത് സർക്കസാ, ഹല്ലേലൂയ, ഡാൻസാ, ഹല്ലേലൂയ, ആമേൻ ആമേൻ, സീരിയൽ പെര പോലെയൊക്കെയാണ് പലയിടത്തും നടക്കുന്നത്. ഞാൻ പറയാം, ദൈവം എന്നെ എത്ര ഉയർത്തിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി ഇരുന്നേ സുവിശേഷം പ്രസംഗിക്കാവൂ. ഹല്ലേലൂയ. ബന്ധങ്ങൾ വരും, സുഹൃത്തുക്കൾ വരും, ധനം വരും, മാനം വരും. പക്ഷേ ഒരു കാര്യം, വന്നവനെ തന്നവനെ വിട്ടേച്ച് പോകരുത്. അവൻ്റെ മുമ്പിൽ വിനയപ്പെട്ടിരിക്കണം. അവൻ തരുവാൻ മാത്രമല്ല പഠിച്ചത്, എടുക്കുവാനും കൂടി പഠിച്ചവനാണ്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നമ്മൾ വിനയപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ 1000 വിശ്വാസി വന്നു, അതുകൊണ്ട് ഞാൻ തന്നെ വലുതെന്ന് നീ ചിന്തിച്ചാൽ വീഴ്ചയുടെ ഒരു ഉന്നത ഭാവമാണ് ആ ചിന്തയുടെ തുടക്കം തന്നെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉപദേശം വിട്ടേച്ചൊരു പരിപാടിക്ക് പോകരുത്. ഹല്ലേലൂയ. ഉപദേശം വിട്ടേച്ച് ഒരു പരിപാടിക്ക് നമ്മൾ പോകരുത്. ഹല്ലേലൂയ, ആമേൻ. വായിക്കാം. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയും കൊള്ളണം. കഴുത്തിലും കെട്ടണം, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുകയും വേണം. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നാം ഉപദേശത്തിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഉപദേശത്തിൽ നിൽക്കുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവം വലുത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിനോട് ഞാൻ ദർശിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കേണ്ട ചിലരുടെ എഴുന്നേൽപ്പിൻ്റെ നാളുകൾ ഷുഡവാരബൽ ഖവനഘടകസ്യ ദൈവം ഈ നാളുകളിൽ ഒരുക്കി പുറത്തു കൊണ്ടുവരും. പക്ഷേ അല്ലെങ്കിൽ അധ്വാനിച്ച് കിട്ടുന്ന നന്മ ഈ ഭാഗത്ത് വരുമ്പോൾ കിട്ടത്തില്ല. അധ്വാനിച്ച് 1000 കിട്ടുന്നത് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ 100 കിട്ടും. ആ 100 മതിയെന്ന് വിശ്വസിക്കുന്നവനുള്ളവനാണ് ഈ വേല. ഹല്ലേലൂയ. ഒരുപാട് ഞെരുക്കങ്ങളും കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് ഈ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ വേല ദൈവമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലയങ്ങൾ, പ്രവർത്തനങ്ങൾ, വേലകൾ ധാരാളം വിശാലതയോടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഹല്ലേലൂയ പറയുവാൻ ഒന്നുമേ ഇല്ല. എന്തുണ്ടെങ്കിലും ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ തൃപ്തരായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ധനത്തിൽ ആശ്രയിച്ചാൽ നിന്റെ വാഗ്ദത്തം പോകും, നിന്റെ വാഗ്ദത്തത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പോകും, നിന്റെ വിളി പോകും, നിന്റെ ദൈവകൃപ പോകും. അത് വരാതിരിക്കുവാൻ ഈ നാളുകളിൽ ചിലർ പരിജ്ഞാനമുള്ളവരായി തിരിഞ്ഞു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ദർശിക്കുകയാണ്. ഓ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് ഫലത്തോടെ മടങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. ഇന്ന് പൽക്കാലം എത്ര പേരുടെ അപ്പം വെള്ളത്തിൽ എറിഞ്ഞിരിക്കുന്നു. വചനമാകുന്ന അപ്പ, ഓ, നിന്റെ വാഗ്ദത്തം വെള്ളത്തിൽ കിടക്കുന്നു. നിന്റെ വാഗ്ദത്തം എവിടെ വീണ് കിടക്കുന്നു? അവിടെ നിന്ന് മടങ്ങി വരുവാൻ പ്രാർത്ഥനയോടെ തന്നെയോ, ഉപവാസ പ്രാർത്ഥനയുണ്ടയോ, കൂട്ടായ്മ ബന്ധമുണ്ടോ, ശുശ്രൂഷ ഹല്ലേലൂയ ആമേൻ കാത്തിരിപ്പുണ്ടോ? നിന്റെ ഭാവിക്ക് വേണ്ടി നീ എത്ര ദിവസം ഉപവസിച്ച്, നിന്റെ നന്മയ്ക്ക് വേണ്ടി എത്ര ഉപവസിച്ച്, ഹല്ലേലൂയ നിനക്ക് വേണ്ടി മറ്റാര് ഉപവസിച്ചെന്ന് പറഞ്ഞ് നിന്റെ നന്മ വരത്തില്ല. നീ ഉപവസിക്കണം. ഓ, നീ പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞതുപോലെ ആവശ്യക്കാരൻ വരട്ടെ. ഹല്ലേലൂയ. പരാജയത്തെ തീർക്കുവാൻ ഞാൻ മതിയായവനാണ്. പരാജയത്തെ തീർക്കുവാൻ ഞാൻ സമർത്ഥനാണ്. പരാജയം തീർക്കുവാൻ എനിക്കൊരു വാക്ക് മതി. ആ വാക്കിൽ കൂടി പരാജയം തീർക്കുവാൻ ഒരുവൻ മതിയായവനായി ഇരിപ്പുണ്ട്. അവൻ രാജാതി രാജാവ്, കർത്താതി കർത്താവുമായ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ എത്ര ദിവസം ഉപവസിച്ചു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. ദൈവവിളി അകത്ത് വീണിലെ ഉപവാസമൊന്നും കാണുകയില്ല. ദൈവവിളി ഉള്ളവൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കും. ദൈവവിളി ഉള്ളവൾ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇല്ലാത്തവർ നിൽക്കത്തില്ല. എനിക്ക് ഒത്തിരി ആളുകളെ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി ആളുകളെ എനിക്കറിയാം, നിൽക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും വിളിയുള്ളവൻ പറയും ഞാൻ ഉപവസിക്കും. വിളിയുള്ളവൾ പറയും ഞാൻ ഉപവസിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ നല്ല ബിരുദം പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ ബിരുദം പ്രാപിച്ചിട്ടല്ലാതെ അടങ്ങത്തില്ല. എൻ്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കും. നീ 65 വയസ്സായതിന് ശേഷം ചെന്നാൽ മതി, വാഗ്ദത്തം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആമേൻ ആ ഭാഗത്തിലേക്ക് ഇടത് വരുന്നില്ല, വേഗത്തിൽ വായിക്കാം. വായിച്ച ഭാഗത്തായിട്ട് വായിക്കാം. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ സദർശയവാക്യം നമ്മൾ കേട്ടു. എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെയുള്ളവരാണ് ദൈവമക്കൾ എന്ന് നമ്മൾ സദർശയവാക്യം 3-ാം അധ്യായത്തിൽ കേട്ടു. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊക്കെ നമ്മൾക്ക് അറിയാമെന്ന് പറഞ്ഞവർ ആർക്കും കാര്യമില്ല. അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. അറിവ് അകത്തായാൽ മാത്രമേ കാര്യമുള്ളൂ. പുറത്തൊരു ഭക്തി കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലുമേ സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വാഗ്ദത്തത്തിനൊരു സമയം വെച്ചിട്ടുണ്ട് ദൈവം. ആ സമയത്ത് നീ പ്രാപിക്കണം. വാഗ്ദത്തത്തിന് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ പ്രാപിക്കണം. അത് സമാധിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. നീ കാത്തിരിക്കുന്ന വ്യക്തിയാണോ? നീ കാത്തിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ അത് സമാധിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. 121-ാമത്തെ സങ്കീർത്തനം കൂടി ഹല്ലേലൂയ അതിൻ്റെ 1-2 ഹല്ലേലൂയ ആമേൻ ആമേൻ വാക്യങ്ങൾ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ഇനി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകൽക്കാലം തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ രോഗത്തെ കർത്താവ് ഇന്ന് പകൽക്കാലം തുടച്ചു മാറ്റി രോഗം നിങ്ങളെ തൊടാതെ വണ്ണം ബലഹീനതകളിൽ ബലം തരുന്ന കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പുതപ്പ് പോലെ വീഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വീഴട്ടെ. എല്ലാ ബന്ധനത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് മാന്ത്രിക ബന്ധനങ്ങൾ, പൈശാചിക കെട്ടുകൾ, വിഗ്രഹാർപ്പണങ്ങൾ, ഓ ഹല്ലേലൂയ, നേർച്ച കാഴ്ചകളാൽ ദൈവജനത്തെ തടഞ്ഞു വെച്ച്, ദൈവജനത്തിൻ്റെ നന്മകളെ തടഞ്ഞു വെച്ച്, നിനക്കെതിരെ മാറാല പിടിപ്പിച്ച് നിന്നെ
ഇരുട്ടറയിലാക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് ഈ പോൽക്കാലം ഒരുമിച്ച് കൽപ്പിക്കാൻ പോകുന്നു. ഓ അസാധ്യമേ, വഴിമാറിപ്പോക. എല്ലാവരും ഇനി ഉണർന്നു വന്നാട്ട് വായി കൊണ്ടുവന്നവർ വായികളെ തുറന്നുകൊണ്ട് കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കൂ. ഓ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. വചനമാം വാളെടുത്ത് അല്ലെങ്കിൽ എതിർത്ത് നിന്നുകൊണ്ട് ഇന്ന് പോൽക്കാലം വചനമാം വാളെടുത്ത് എതിർത്ത് നിന്നുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിന്നുകൊണ്ട് നല്ല വിരുദ് പ്രാപിച്ചുകൊണ്ട് ഓ ഹാലേലൂയ ലക്ഷ്യസ്ഥാനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടോ? Praise the Lord. Hallelujah, hallelujah, hallelujah. ആമേൻ. നിന്റെ കടബാധ്യതകളെ ദൈവം തീർക്കാൻ പോകുക. കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന ചിലരുടെ കടബാധ്യതകൾ കർത്താവ് തീർക്കാൻ പോകുന്നു. ദൈവാത്മാവരോട് ചില കടബാധ്യതകൾ തീർക്കുന്നു. അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി നിന്റെ ജീവിതത്തിനകത്ത് നടക്കാൻ പോകുന്നു. ഒരു പുതുക്കിപ്പണി നടക്കാൻ പോകുന്നു. ഓ ചിലരുടെ ദൈവ വിളികൾ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അത് റിലീസാകാൻ പോകുന്നു. ഒരു പടം റിലീസ് ആയതുപോലെ ഓ ഹല്ലേലൂയ ഒരു പ്രമാദം കണ്ടത് എഴുന്നേറ്റതുപോലെ ചിലരുടെ വിളി റിലീസ് ആകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ വാഗ്ദത്തങ്ങൾ കർത്താവ് റിലീസ് ചെയ്യാൻ പോകുന്നു. ഇന്ന് വൽക്കാലം യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ഓ വായി കൊണ്ടുവന്നവർ കരമടിച്ച് വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചോ. അയ്യോ വചനം പറയുന്നു, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ വാക്യം ഒന്ന് വായിക്കാന്നു. 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ദൈവമക്കൾ ദൈവത്തോട് കിടന്ന് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒരു വഴിയും നമുക്കറിയത്തില്ല. പലരും പല വഴി പോകുന്നു. പട്ടി വളർത്തി വയ്ക്കുന്നവരുണ്ട്, കോഴി വളർത്തി വയ്ക്കുന്നവരുണ്ട്, പന്നി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ല, ഈ ഒരു പരിപാടിക്കും പോകാനും അറിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവം വിളിച്ചു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ദൈവം ഇന്നയോളം നടത്തുന്നു. നടത്തുന്ന വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരും നീടുമോ. നാഥൻ നടത്തുന്ന വിധങ്ങളോർത്താൽ നീ ഏകിടാതിരും നീടുമോ. നാഥൻ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഒരുപാടൊന്നും കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തരുന്നതിനെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് ഭക്ഷിച്ചും പാനം ചെയ്തും സമൃദ്ധിയായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനേക കരങ്ങളെ ദൈവം തുറക്കട്ടെ, അനേക ദൈവമക്കളെ ദൈവം ഉണർത്തട്ടെ, അനേക കരങ്ങളെ ദൈവം തട്ടി ഉണർത്തട്ടെ. ഇതിനകത്തുനിന്ന് സൗഖ്യമായി പോയത് ആയിരക്കണക്ക് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേസമയം മറ്റ് ചില സ്ഥാനത്താണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തേച്ച പ്രാർത്ഥന നടക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ, ഇവിടെ ഫ്രീ ആയി നിനക്ക് ലഭിക്കുന്നു. കാരണം ദൈവമക്കൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ ബന്ധനമഴിക്കുന്നു, രോഗം മാറ്റി ദൈവം വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ ഹല്ലേലൂയ, സഹോദരൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന്. അതാ ഒരു വിഗ്രഹാരാധി സഹോദരൻ ഞാൻ ഒറ്റ ദിവസമേ കണ്ടുള്ളൂ. കർത്താവിൻ്റെ ദാസനും ദാസിയും ഹല്ലേലൂയ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ താൻ പറയുന്നത് എനിക്ക് കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞ ഒരു ഇരുട്ടറയ്ക്കകത്ത് കിടക്കുക. ആ വ്യക്തിക്കൊന്ന് പ്രാർത്ഥിച്ചേച്ച് പോന്നപ്പോൾ അടുത്ത് വരുന്ന കോള്, എൻ്റെ കണ്ണിന് ഒരുപാട് കാഴ്ച ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലമായി കണ്ണുകൾ 2 കാഴ്ച നഷ്ടപ്പെട്ട ആ വൃത്തിമായിക്ക് കാഴ്ച കൊടുത്ത ദൈവം ഇന്ന് പോൽക്കാലം ചിലതിൻ്റെ കാഴ്ച തുറക്കട്ടെ. ചിലതിൻ്റെ ഭൗതിക കണ്ണുകൾ തുറക്കുന്നു, ചിലതിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് പോൽക്കാലം യഹോവയിൽ നിന്ന് നിനക്ക് സഹായം വരാൻ പോകുന്നു. സഹായ കരം ഹല്ലേലൂയ തുറക്കട്ടെ. സഹായിക്കുന്ന വ്യക്തികൾ എഴുന്നേറ്റ് വരട്ടെ. ദൈവമക്കളെ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ വിശ്വസ്തയോടെ പ്രാർത്ഥിക്ക്, നീതിയോടെ പ്രാർത്ഥിക്ക്. തിരുവെഴുത്ത് പറയുന്ന ലഭിക്കോളം പ്രാർത്ഥിക്കാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, സ്തോത്രത്തിൽ യാഗരിപ്പാൻ അരുളി ചെയ്ത കർത്താവിൻ്റെ വിളി എന്താണെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവമക്കൾ സഭയോട്
ശക്തിയോട് ഉണർന്ന് പ്രാർത്ഥിക്ക്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ആരും മൗനമായി ഇരിക്കരുത്. ചെറുതും വലുതുമായി ഇരിക്കുന്ന എല്ലാ വ്യക്തികളും കരമടിച്ച് അന്യഭാഷകളിൽ ശക്തിയോടെ പ്രാർത്ഥിക്ക്. പൈശാചിക ശക്തികൾ വ്യക്തികളെ വിട്ട് അലറി ഓടട്ടെ. പിശാചിന്റെ ശക്തികൾ കത്തി ചാരമാകട്ടെ. രോഗത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ജനം ഫ്രീ ആകട്ടെ. ആത്മാവിൽ ഫ്രീ ആകട്ടെ. പരിശുദ്ധാത്മാവിൽ ഫ്രീ ആകട്ടെ. എല്ലാവരും ആരാധിക്കും.